ചരിത്രത്തിന്റെ ഏടുകളിൽ ചുവന്ന മഷിയിൽ എഴുതപ്പെട്ട ഇന്നും ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യത്തിന്റെ കഥയാണിത്. വിപ്ലവത്തിന്റെയും അധികാരത്തിന്റെയും തർക്കങ്ങളുടെയും കഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആധുനിക ഇറാന്റെ ശില്പികളിൽ ഒരാളായ ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഈ കഥ തുടങ്ങുന്നത് 1939 മഷ്ഹദ് എന്ന നഗരത്തിലാണ്. ഒരു സാധാരണ പണ്ഡിത കുടുംബത്തിൽ ജനിച്ച അലി ഖമേനി ചെറുപ്പത്തിലെ മതപരമായ വിദ്യാഭ്യാസത്തിൽ ആകൃഷ്ടനായി. എന്നാൽ അയാളുടെ മനസ്സ് പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അക്കാലത്ത് ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിന്റെ പാശ്ചാത്യ ആനുകൂല്യ നയങ്ങൾക്കും ഏകാധിപത്യത്തിനുമെതിരെ യുവാവായ ഖമേനി ശബ്ദമുയർത്തി. ഇത് അയാളെ എത്തിച്ചത് വിപ്ലവത്തിന്റെ നായകനായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ അരികിലേക്കാണ്. ഖൊമേനിയുടെ വലങ്കിയായി മാറിയ അലി ഖമേനി ഷാ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ പലതവണ ജയിലിലായി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. 1979 ഇസ്ലാമിക വിപ്ലവം ഇറാനെ പിടിച്ചുകുലുക്കി. ഷാ രാജാവ് രാജ്യം വിട്ടോടി. ഖൊമേനി അധികാരത്തിലേറി. അലി ഖമേനി അപ്പോൾ കേവലം ഒരു പോരാളിയായിരുന്നില്ല, പുതിയ ഭരണകൂടത്തിന്റെ പ്രധാന തൂണായി മാറി. വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. അയൽ രാജ്യമായ ഇറാഖുമായുള്ള യുദ്ധം. 8 വർഷം നീണ്ടുനിന്ന ക്രൂരമായ യുദ്ധം. ഈ കാലയളവിലാണ് അലി ഖമേനി ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത്. യുദ്ധഭൂമിയിൽ സൈന്യത്തിന് ആവേശം പകരാൻ അയാൾ മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ സമയത്ത് നടന്ന വധശ്രമത്തിൽ അയാളുടെ വലതു കൈക്ക് ശാശ്വതമായ തകരാറ് സംഭവിച്ചു. 1989 ഇറാന്റെ ആത്മീയ നേതാവും സുപ്രീം ലീഡറുമായിരുന്ന ആയത്തുള്ള ഖൊമേനി അന്തരിച്ചു. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം. ആരാകും അടുത്ത നേതാവ്? എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ രണ്ടാമത്തെ സുപ്രീം ലീഡറായി അലി ഖമേനിയെ തിരഞ്ഞെടുത്തു. മതപരമായ പദവിയിൽ അയാൾ ഖൊമേനിയെ പോലെ അത്ര ഉന്നതനല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പരിചയവും ഖൊമേനിയോടുള്ള വിശ്വസ്തതയും അയാൾക്ക് തുണയായി. അതോടെ ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, വിദേശ നയം എന്നിവയെല്ലാം അലി ഖമേനിയുടെ കൈകളിലായി. ഇനി എങ്ങനെയായിരുന്നു ഖമേനിയുടെ ഭരണരീതികൾ നോക്കാം. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ അധികാരം സുപ്രീം ലീഡറിലാണ്. വെലായത്ത് ഇ ഫക്കീഹ് അഥവാ പണ്ഡിതന്റെ ഭരണം എന്ന സിദ്ധാന്തത്തിൽ ഊന്നിയാണ് ഇവിടുത്തെ ഭരണം. ഖമേനി ഒരു അദൃശ്യ കരം പോലെയാണ് പ്രവർത്തിച്ചത്. എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടില്ല. പകരം പ്രസിഡന്റ്, പാർലമെന്റ് എന്നിവയെ പ്രവർത്തിക്കാൻ അനുവദിക്കും. എന്നാൽ വിദേശ നയം, ആണവ പദ്ധതി, സൈന്യം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ അന്തിമ തീരുമാനം ഖമേനിയുടേതാണ്. ഖമേനിയുടെ 35 വർഷത്തിലധികമുള്ള ഭരണകാലം പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ക്ഷാമമുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായത് 2009 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ അട്ടിമറി ആരോപിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്കിറങ്ങി. ഇത് ഗ്രീൻ മൂവ്മെന്റ് എന്ന് അറിയപ്പെട്ടു. ഖമേനിയുടെ ഭരണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ജനപ്രക്ഷോഭമായിരുന്നു ഇത്. എന്നാൽ ക്രൂരമായ അടിച്ചമർത്തലിലൂടെ ഖമേനി ഭരണകൂടം അതിനെ നേരിട്ടു. പിന്നീട് 2017 2019 സാമ്പത്തിക പ്രതിസന്ധികൾക്കെതിരെ പ്രക്ഷോഭമുണ്ടായി. ഏറ്റവും ഒടുവിൽ 2022 മക്സ അമിനി എന്ന യുവതിയുടെ മരണത്തെ തുടർന്നുണ്ടായ വിമൻ ലൈഫ് ഫ്രീഡം എന്ന പ്രക്ഷോഭം ലോക ശ്രദ്ധ ആകർഷിച്ചു. ഹിജാബ് നിയമങ്ങൾക്കെതിരെ തുടങ്ങിയ പ്രക്ഷോഭം ഖമേനിയുടെ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കി. ഓരോ തവണ ഇന്റർനെറ്റ് വിച്ഛേദിച്ചും സൈന്യത്തെ ഉപയോഗിച്ചും ഭരണകൂടം അധികാരം നിലനിർത്തി. വിദേശ നയത്തിൽ ഖമേനി അവലംബിച്ചത് ഒരു ആക്രമണകരമായ രീതിയായിരുന്നു. ഷിയ സ്വാധീനം മധ്യപൂർവേഷ്യയിൽ വ്യാപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇതിനായി ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഇതിലൂടെ ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ, ഗാസ എന്നിവിടങ്ങളിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നൽകി. ഇത് ഇസ്രായേൽ, സൗദി അറേബ്യ തുടങ്ങിയ വലിയ രാജ്യങ്ങളുമായുള്ള തർക്കങ്ങൾക്ക് കാരണമായി. യമനിലും സിറിയയിലും ഇറാനും സൗദിയും തമ്മിലുള്ള പ്രോക്സി യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു. ഖമേനി ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചില്ല. അർബുദം എന്നാണ് അദ്ദേഹം ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഈ നിലപാട് പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചു.
അലി ഖമേനിയുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയായിരുന്നു. വിപ്ലവകാലം മുതൽ തുടരുന്ന ഡെത്ത് ടു അമേരിക്ക എന്ന മുദ്രാവാക്യം ഖമേനി ശക്തമായി നിലനിർത്തി. ഇതിന്റെ പ്രധാന കാരണം ഇറാന്റെ ആണവ പദ്ധതിയായിരുന്നു. ഇറാൻ ആണവയുദ്ധം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിച്ചു. ഇത് ഇറാന്റെ മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. 2015 ബരാക് ഒബാമയുടെ കാലത്ത് ആണവ കരാറിന് ഒപ്പുവെച്ചത് ഒരു താൽക്കാലിക ആശ്വാസമായി. 2018 ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയത് ഖമേനിയെ പ്രകോപിപ്പിച്ചു. അതോടെ ഇറാൻ ആണവ പദ്ധതി വീണ്ടും ശക്തമാക്കി. 2020 അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ പ്രിയപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് ഖമേനിയെ വ്യക്തിപരമായി തളർത്തി. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് അദ്ദേഹം അതോടെ കടുത്ത നിബന്ധനകൾ വെച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടായി. ഒടുവിൽ 2026 ഫെബ്രുവരിയിൽ ആ വാർത്ത ലോകമറിഞ്ഞു. ആയത്തുള്ള അലി ഖമേനി അന്തരിച്ചു. 37 വർഷത്തോളം ഇറാന്റെ പരമോന്നതാധികാരിയായിരുന്ന നേതാവ് യാത്രയായി. ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുമെന്ന് കണ്ടറിയണം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഖമേനിയുടെ നിഴൽ ഇറാന്റെയും മധ്യപൂർവ്വ ഏഷ്യയുടെയും രാഷ്ട്രീയത്തിൽ ഇനിയും കാലങ്ങളോളം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye!